ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഈസ് ദർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്ന കെ രാമാനുജൻ എഴുതിയിട്ടുള്ള ഒരു എസ്സേയുടെ ഷോർട്ട് സമ്മറിയാണ്. ഇത് ആരംഭിക്കുന്നത് ഹ്യൂമറസ് മോഡിലാണ്. ആദ്യത്തെ 2 സെക്ഷനിൽ അത് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും അടുത്ത 3 സെക്ഷനുകളിൽ അദ്ദേഹം തിയററ്റിക്കൽ എക്സ്പ്ലനേഷനാണ് നൽകുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ അദ്ദേഹം എസ്സേയുടെ ടൈറ്റിലിൻ്റെ വിവിധ അർത്ഥതലങ്ങൾ വിശദീകരിച്ച് തരുന്നുണ്ട്. സെക്കൻഡ് സെക്ഷനിൽ അദ്ദേഹം ഇന്ത്യയിലെ ആൾക്കാർക്ക് ഒരു സ്ഥിരതയില്ല എന്നാണ് പറയുന്നത്. അവർ ലാക്ക് ഓഫ് കോൺസിസ്റ്റൻ്റ് ആണെന്ന് സ്വന്തം പിതാവിൻ്റെ ഉദാഹരണ സഹിതം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. തേർഡ് സെക്ഷനിൽ അദ്ദേഹം ഇന്ത്യക്കാരുടെ ട്രേഡ്സ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഇൻകോൺസിസ്റ്റൻസി, ഇനബിലിറ്റി ടു ഡിസ്റ്റിങ്വിഷ് സെൽഫ് ആൻഡ് നോൺ സെൽഫ്, ലാക്ക് ഓഫ് യൂണിവേഴ്സിറ്റി, ഇവയെല്ലാം ഉദാഹരണങ്ങളായി അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. രാമാനുജൻ്റെ അഭിപ്രായത്തിൽ ഇൻകോൺസിസ്റ്റൻസി സൂചിപ്പിക്കുന്നത് കൾച്ചറൽ എവാലുവേഷൻ്റെ പ്രൈമറി സ്റ്റേജ് ആണെന്നാണ്, അല്ലാതെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ അല്ല. ഫോർത്ത് സെക്ഷനിൽ അദ്ദേഹം 2 ലിംഗ്വിസ്റ്റിക് ടേംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ റൂൾസ്, രണ്ടാമത്തേത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് റൂൾ. ആ ഒരു 5ാമത്തെ സെക്ഷനിൽ അദ്ദേഹം പറയുന്നത് എല്ലാ സൊസൈറ്റിയിലും കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ബിഹേവിയർ ആൻഡ് റൂൾസ് ഉണ്ട്, പക്ഷേ ഡൊമിനൻ്റ് ഐഡിയലിനോട് മാത്രമേ കോണ്ടെക്സ്റ്റ് ഫ്രീ ആയിരിക്കാൻ പറ്റുകയുള്ളൂ. 6ാമത്തേതും അവസാനത്തേതുമായ സെക്ഷനിൽ അദ്ദേഹം മോഡേണൈസേഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ സെക്ഷനിലും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്താക്കാം, ഓരോ സെക്ഷനെയും കുറിച്ച് പരിചയപ്പെടാം. 1ാമത്തെ സെക്ഷനിൽ രാമാനുജൻ ഈസ് ദർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്ന ക്വസ്റ്റ്യനെ 4 രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഈസ് ആൻ ഇന്ത്യൻ തിങ്കിങ് എന്നീ വേർഡ്സ് ഓരോ തവണ ചോദിക്കുമ്പോഴും ഇതിൽ ഓരോ വേർഡ്സ് ഓരോ തവണ സ്ട്രെസ് ചെയ്ത് ചോദിക്കും. അപ്പോൾ ഉത്തരം 4 രീതിയിലാണ് ഉണ്ടാവുക. അതായത് ഈസ് എന്ന വേർഡ് സ്ട്രെസ് ചെയ്യുമ്പോൾ ദർ വാസ് ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് ബട്ട് ദർ ഈസ് നോ മോർ എന്ന ആൻസർ ആയിട്ട് വരും. അതായത് അങ്ങനെ ഒരു ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് ഉണ്ടായിരുന്നു എന്നാണ് വരിക. പക്ഷേ രാമാനുജൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഇന്ത്യയിൽ തിങ്കിങ്ങിൽ ഒരു ചേഞ്ച് വന്നിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്നത് എന്താണോ ഇപ്പോൾ അത് തന്നെ തുടരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യൻസ് മോഡേണിസം ഫോളോ ചെയ്താലും അവർ വേദങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതിൽ ആൻ ആണ് സ്ട്രെസ് ചെയ്ത് വരുന്നത്. ആൻ മീൻസ് 1 എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് മാത്രമല്ല ഉള്ളത്. ഒരുപാട് മഹത്തരമായ ചെറുതും വലുതുമായ ട്രഡീഷൻസ്, ആൻസിയൻ്റ് ആൻഡ് മോഡേൺ ട്രഡീഷൻസ്, റൂറൽ ആൻഡ് അർബൻ, ക്ലാസിക്കൽ ആൻഡ് ഫോക്ക്, അങ്ങനെ ഒരുപാട് ഡൈവേഴ്സ് ട്രഡീഷൻസ് ആൻഡ് തിങ്കിങ് ഇന്ന് ഇന്ത്യയിൽ എന്താണ്, മിക്സ്ഡ് അപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മഹത്തരമായ ആശയം നിലനിൽക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യനിൽ ഇന്ത്യൻ എന്ന വേർഡ് ആണ് സ്ട്രെസ് ചെയ്യുന്നത്. രാമാനുജൻ പറയുന്നത് മാർക്സിസ്റ്റ്, ഫ്രൂഡിയൻ പോലെയുള്ള വെസ്റ്റേൺസിൻ്റെ ഐഡിയാസ് സോഷ്യൽ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. യൂറോപ്യൻസിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് നമുക്ക് ലാംഗ്വേജിനും അങ്ങനെ പലതിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കൾച്ചർ മാത്രമല്ല ഇന്ത്യൻ കൾച്ചറിൽ യൂറോപ്യൻസിൻ്റെ സ്വാധീനവും കാണാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യനിൽ തിങ്കിങ് എന്ന വേർഡിന് ആണ് സ്ട്രെസ് ചെയ്യുന്നത്. രാമാനുജൻ പറയുന്നത് ഇന്ത്യക്കാർ ഫീലിങ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. റാഷണൽ തിങ്കിങ്ങിനേക്കാൾ അതെങ്ങനെ പ്രാധാന്യം അർഹിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യക്കാർ കൂടുതൽ വികാരഭരിതരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ചിലർ ഇതിൽ നിന്ന് വ്യത്യസ്ത നിലപാടുള്ളവരും ഉണ്ടായിരുന്നു. ഈ ചർച്ചയ്ക്ക് ഒരു അവസാനം ഉണ്ടാവുകയില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സെക്കൻഡ് സെക്ഷനിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് 20 വയസ്സുള്ളപ്പോഴാണ് ഈസ് ദർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്ന ക്വസ്റ്റ്യൻ ആദ്യമായി നേരിടുന്നത്. 20ാം വയസ്സിൽ ഒരു ബോയ്ക്ക് മെച്യൂരിറ്റി കൈവരുമെന്ന് സൂചിപ്പിക്കാൻ അദ്ദേഹം മാർക്ക് ട്വെയിനിൻ്റെ ഒരു കൊട്ടേഷൻ ഇവിടെ പറയുന്നുണ്ട്. 17ാം വയസ്സിൽ ഒരാൾക്ക് തൻ്റെ അച്ഛൻ ഇഗ്നോറൻ്റ് ആണെന്ന് തോന്നും. എന്നാൽ 20 വയസ്സാകുമ്പോൾ അദ്ദേഹം ഒരുപാട് പഠിച്ച ആളാണെന്നും അനുഭവങ്ങളുള്ള ആളാണെന്നും തിരിച്ചറിയപ്പെടും. വർഷങ്ങളായി തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ചിന്തകൾ കാരണമാണ് തനിക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായതെന്ന് പറഞ്ഞ് രാമാനുജൻ ഈ എസ്സേ തൻ്റെ ഫാദറിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തനിക്ക് 20 വയസ്സായപ്പോഴാണ് താൻ അച്ഛനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇന്ത്യൻ ട്രഡീഷനും വെസ്റ്റേൺ ട്രഡീഷനും കൂടിച്ചേർന്ന ഒരു വസ്ത്രശൈലിയാണ് അദ്ദേഹം പിന്തുടർന്നിരുന്നത്. രാമാനുജൻ്റെ പിതാവ് ഒരു സൗത്ത് ഇന്ത്യൻ ബ്രാഹ്മണായിരുന്നു. അതനുസരിച്ച് വെളുത്ത തലപ്പാവും ശ്രീവൈഷ്ണവ കാസ്റ്റ് മാർക്കും അദ്ദേഹം ധരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വെസ്റ്റേൺ ടൈകളും കോമൺസ് ബട്ടണുകളും കളർ സ്റ്റഡുകളും അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നു.
തൻ്റെ അച്ഛൻ്റെ വസ്ത്രധാരണം അദ്ദേഹത്തിൻ്റെ ഇന്നർ ലൈഫ് റെപ്രസെൻ്റ് ചെയ്തിരുന്നു എന്ന് രാമാനുജൻ പറയുന്നുണ്ട്. അമേരിക്കൻ ആൻഡ് ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യൻ, ലോക്കൽ ആസ്ട്രോളജേഴ്സ് എന്നിവരെല്ലാം അദ്ദേഹത്തിൻ്റെ വിസിറ്റേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പേഴ്സണാലിറ്റിയിൽ ഒരു കോൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. ഈ ഒരു കോൺട്രഡിക്ഷൻ വെച്ചിട്ട് രാമാനുജൻ തൻ്റെ അച്ഛനെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും 1986 ഒരു പോയം എഴുതുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഫാദറിനെ പോലെയുള്ളവരെക്കുറിച്ച് പറഞ്ഞത് ഇന്ത്യൻസിൻ്റെ ഇൻകോൺസിസ്റ്റൻസി മനസ്സിലാക്കാനാണെന്ന് രാമാനുജൻ സെക്ഷൻ 3 പറയുന്നുണ്ട്. വെസ്റ്റേൺസിൻ്റെയും അതുപോലെ തന്നെ മോഡേണിസത്തിൻ്റെയും മെയിൻ കംപ്ലൈൻറ്റ് ഇത് തന്നെയായിരുന്നു. ഇത് അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഇന്ത്യൻ ക്യാരക്ടർ എന്താണെന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ, ഇന്ത്യൻ ഇൻ്റലക്ച്വൽസ് ഒരുപോലെ പറയുന്ന കാര്യം ഹിപ്പോക്രസി ആയിരിക്കും. ഇന്ത്യക്കാർ പല കാര്യങ്ങൾ പല സന്ദർഭങ്ങളിൽ പല അർത്ഥങ്ങളിലാണ് പറയുന്നത്. പക്ഷേ മാക്സ് മുള്ളർ ഇന്ത്യൻ ക്യാരക്ടറായി ഊന്നി പറയുന്നത് ട്രൂത്ത്ഫുൾ ക്യാരക്ടർ എന്നാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം കർമ്മ, തലവിധി അങ്ങനെയുള്ള ടേംസിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ രണ്ട് ടേംസും വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത അർത്ഥങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. കർമ്മ എന്ന വാക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അർത്ഥം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇൻകൺസിസ്റ്റൻ്റ് ആകാൻ കാരണം ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ അല്ല എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇത് കൾച്ചറൽ ഇവാല്യൂഷൻ്റെ ഏർലി സ്റ്റേജാണ്. ലാക്ക് ഓഫ് യൂണിവേഴ്സാലിറ്റിയെ പറ്റി പറയാനായി രാമാനുജൻ മനു, കാന്റ് എന്നിവരെ ഉദാഹരണങ്ങളായി എടുക്കുന്നു. മനുസ്മൃതി എഴുതിയ മനു പറയുന്നത് മോറലായിരിക്കുക എന്നത് പാർട്ടിക്കുലറൈസ് ആണ്. അതായത് ആര് ചെയ്തു, എന്ത് ചെയ്തു, ആർക്ക് ചെയ്തു, എപ്പോൾ ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോറൽ നിശ്ചയിക്കുന്നത്. എന്നാൽ കാന്റിൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും നല്ലത് ചെയ്യുക, എപ്പോഴും ചെയ്യുക എന്നതാണ് ധാർമ്മികത. ഫീലിങ്സിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം അസത്യം പറയുന്നത് മാരകമായ പാപമല്ല, മറിച്ച് ഇൻകോൺസിസ്റ്റൻസിയുടെ മൂന്നാമത്തെ ട്രീറ്റ് ആണെന്നാണ് രാമാനുജൻ പറയുന്നത്. ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ്ങും ഇന്ത്യൻ ധർമ്മയും എക്സ്പ്ലെയിൻ ചെയ്യാൻ രാമാനുജൻ ലിംഗ്വിസ്റ്റിക് ആശയങ്ങൾ കടമെടുക്കുന്നത് നമുക്ക് സെക്ഷൻ 4 കാണാൻ കഴിയും. രണ്ട് തരത്തിലുള്ള ഗ്രാമാറ്റിക്കൽ റൂൾസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു കോണ്ടെക്സ്റ്റ് ഫ്രീ ആൻഡ് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ്. ഇതിൽ ആദ്യത്തെ ഗ്രാമാറ്റിക്കൽ റൂളായി വരുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ റൂളാണ്. അതായത് സെൻറ്റൻസിന് സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് കോണ്ടെക്സ്റ്റ് ഫ്രീയിൽ പറയുന്നത്. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് റൂൾ പറയാനായിട്ട് രാമാനുജൻ ഇംഗ്ലീഷിൽ തന്നെ പ്ലൂരൽ ഫോം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എസ്, ഇ എസ്, ആർ, ഇ, എൻ തുടങ്ങിയ ഫ്രാഗ്മെൻറ്റ്സ് നൗണിനോട് ആഡ് ചെയ്യുമ്പോൾ പ്ലൂരൽസ് ഫോം ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യൻ കൾച്ചർ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവാണ് പ്രിഫർ ചെയ്യുന്നത്. രാമാനുജൻ പറയുന്നത് ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ഒരു ഇന്ത്യൻ ടെസ്റ്റും ഉണ്ടായിട്ടില്ല. രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ഉദാഹരണങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അവ എപ്പിസോഡ്സ് ആയാണ് ആരംഭിക്കുന്നത്. മഹാഭാരതത്തിൽ ഷോർട്ടായിട്ടുള്ള ടെയിൽസ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്ത്യൻസ് ടൈം ആൻഡ് സ്പേസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അവർ നല്ല സമയം നോക്കി ശുഭകാര്യങ്ങൾ ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. 5th സെക്ഷനിൽ രാമാനുജൻ പറയുന്നത് എല്ലാ സൊസൈറ്റിയിലും കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് റൂൾസ് ഉണ്ടാകും. അതിൽ ഡൊമിനൻ്റ് ഐഡിയൽ ചിലപ്പോൾ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ആയിരിക്കണമെന്നില്ല, അത് കോണ്ടെക്സ്റ്റ് ഫ്രീ ആയിരിക്കാം. തുടർന്ന് അദ്ദേഹം കർമ്മ, അർത്ഥ, ധർമ്മ തുടങ്ങിയ പദങ്ങളെല്ലാം അവയുടെ മൂല്യങ്ങളിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. പ്ലേസ്, സ്റ്റൈല്, വ്യക്തി സ്വഭാവം, സാമൂഹിക പങ്ക് എന്നിവ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോക്ഷം എങ്ങനെ നേടുമെന്നും അദ്ദേഹം വിവരിക്കുന്നുണ്ട്. എസ്ഐയുടെ ലാസ്റ്റ് സെഷനിൽ രാമാനുജൻ മോഡേണൈസേഷനെക്കുറിച്ചുള്ള 2 ഒബ്സർവേഷൻസ് ആണ് പറയുന്നത്. ഇന്ത്യയിൽ മോഡേണൈസേഷൻ എന്നത് കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഓർ കോണ്ടെക്സ്റ്റ് ഫ്രീ മേഖലയിലേക്കുള്ള ഒരു മൊമെൻ്റായി കണ്ടേക്കാം. അറിവ് എല്ലാവരിലേക്കും എത്താൻ തുടങ്ങി. പനയോലകൾക്ക് പകരം പ്രിൻറ്റിംഗ് വന്നപ്പോൾ അറിവ് വ്യാപിക്കാൻ സഹായകമായി. ക്ലാസ്, കാസ്റ്റ്, സ്പേസ് ഒന്നിനും തടസ്സമാവുന്നില്ല. മനുസ്മൃതിക്ക് പകരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. കാസ്റ്റ്, റിലീജിയൻ, ബർത്ത്, സെക്സ് ഒന്നിനും ഒരു തടസ്സമല്ലാതായി. സംഗീതത്തിൽ ഏത് രാഗവും എപ്പോഴും കേൾക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സംസ്കാരങ്ങൾ കടമെടുത്തത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു എസ്സേ അവസാനിപ്പിക്കുന്നത്. താങ്ക്സ് ഓൾ ഫോർ വാച്ചിങ്.